ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു ചെറിയൊരു വ്ളോഗാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു ഔട്ടിങ്ങൊക്കെ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങളങ്ങനെ ഔട്ടിങ്ങിന് പോകുന്ന വീഡിയോ ആണ് കാണുന്നത്. പോയാലോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി. പകുതി എത്തിയപ്പോഴാണ് ഓർത്ത് അയ്യോ വീഡിയോ എടുക്കണമല്ലോ. അങ്ങനെ പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. പോകുന്ന വഴിക്ക് കരമനയൊക്കെ എത്തിയപ്പോൾ അവിടെ സിമ്മ് പോർട്ട് ചെയ്യുന്നതുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടന് സിമ്മ് പോർട്ട് ചെയ്യാനുള്ളതുകൊണ്ട് പിന്നെ ജസ്റ്റ് അവിടെ കയറി നമ്മൾ സിമ്മൊക്കെ പോർട്ട് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ആറ്റുകാൽ അമ്പലത്തിലേക്ക് പോയായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ പോയ ശേഷം അകത്തുള്ള കുറച്ച് വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് പുറത്തുനിന്ന് കുറച്ച് വീഡിയോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അവിടെ ഫോണും ബാഗും ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ഞങ്ങളെല്ലാം പുറത്ത് വെച്ചതിന് ശേഷമാണ് കയറിയത്. അവിടുന്ന് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ കയറിയായിരുന്നു. ഫുഡിന് ഓർഡറൊക്കെ കൊടുത്തായിരുന്നു. ഞങ്ങൾ ചോറാണ് പറഞ്ഞത്. ചോറും അവിയലും ഒക്കെ ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു ഫുഡ്. ഞങ്ങൾ പിന്നെ ഫിഷ് ഫ്രൈയും കണവ റോസ്റ്റിനും പറഞ്ഞായിരുന്നു. കൊള്ളാം, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ നേരെ ശംഖുമുഖത്തോട്ട് പോയായിരുന്നു. പക്ഷെ അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്, ഞങ്ങൾക്കങ്ങനെ ഇറങ്ങാനും ഒന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് വെട്ടുകാട് പോയായിരുന്നു. അവിടെ ഉത്സവമൊക്കെ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. പിന്നെ ഞങ്ങൾ അകത്തേറി കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയായിരുന്നു. കുറേ നേരം ഇരുന്നായിരുന്നു. അവിടെ ഇരുന്നപ്പോൾ എന്തോ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തായിരുന്നു. എനിക്ക് ഒരുപാട് നേരം ഇരിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേറെയും കുറച്ച് സ്ഥലത്ത് പോകണതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ വേളിയിലോട്ടാണ് വന്നത്. പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നേരെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് കയറിയായിരുന്നു. ടിക്കറ്റൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ നേരെ അകത്ത് കയറിയായിരുന്നു. കുറേ ദൂരം പോയപ്പോഴാണ് മനസ്സിലായത് അവിടെ എന്തൊക്കെയോ പണികൾ നടക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും നമ്മളെ കയറ്റി വിടത്തില്ല. ജസ്റ്റ് പാർക്കിൽ മാത്രം ഞങ്ങൾക്ക് പോകാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ അവിടെ കുറച്ച് നേരം നമുക്ക് ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാം, അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ മോളെയും കൊണ്ട് പാർക്കിൽ പോയി. അവൾ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. പിന്നെ അവൾ കുറേ നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്ത ശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ ഒരു ട്രെയിനിൻ്റെ സർവീസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ ട്രെയിൻ സർവീസിൻ്റെ ഇതിൽ കയറിയായിരുന്നു. ആ ട്രെയിൻ സർവീസ് എല്ലായിടവും നമുക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ട് ചുറ്റും ഒന്ന് റൗണ്ട് അടിച്ച് കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ നമുക്കത് കണ്ടിട്ട് വന്നാലോ? അതിനുശേഷം എൻ്റെ ചേട്ടന് ഭയങ്കര ആഗ്രഹം ഊഞ്ഞാലിരുന്നായിരുന്നു. പിന്നെ അങ്ങനെ ചേട്ടൻ്റെ ആഗ്രഹമൊക്കെ അങ്ങനെ സാധിച്ച്. ചേട്ടൻ അറിഞ്ഞില്ല ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നത്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഒരു മൂവി കാണാൻ പോയാലോ എന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ നേരെ മൂവി കാണാനായിട്ട് പോയായിരുന്നു. അങ്ങനെ ചേട്ടൻ ടിക്കറ്റൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ മോൾക്ക് ഭയങ്കര ആഗ്രഹം പോസ്റ്ററിൻ്റെ കൂടെ നിന്നൊരു വീഡിയോ എടുക്കണമെന്ന്. ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ അകത്തേക്ക് കയറിയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെയാണ് എത്തിയത്. നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങളൊരു കുഞ്ഞ് വീഡിയോ എടുത്തായിരുന്നു. അതിനുശേഷം നേരെ ഞങ്ങൾ അകത്തോട്ട് കയറിയായിരുന്നു. മോൾക്ക് അറിയത്തില്ല നമ്മൾ ഹൊറർ മൂവിയാണ് കാണാൻ പോകുന്നതെന്ന്. വലിയ കാര്യത്തിൽ ഓടിച്ചാടി പോവുകയാണ്. പിന്നെ ഞങ്ങൾ സീറ്റൊക്കെ കണ്ടുപിടിച്ചായിരുന്നു. മൂവി ഒരു രക്ഷയില്ലായിരുന്നു. നല്ല അടിപൊളി മൂവിയായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.